എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു രാമായണ മാസക്കാലത്ത് ഹനുമാൻ സ്വാമിയുടെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ അകത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. ഭഗവാൻ ഹനുമാൻ രാമനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ആളായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രീരാമസ്വാമിക്ക് ഭഗവാന്റെ ശ്രീരാമാവതാരം കംപ്ലീറ്റ് ചെയ്ത് വൈകുണ്ഠത്തിലേക്ക് പോകാൻ പോലും ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉള്ളിടത്തോളം കാലം സാധിക്കാത്ത അവസ്ഥയായിരുന്നു. അത്രയധികം ആത്മബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹനുമാന്റെ സാന്നിധ്യം ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഭഗവാന് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ചെയ്ത ഒരു വിശേഷപ്പെട്ട ലീലയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കൽ ഭഗവാൻ അന്തഃപുരത്തിലേക്ക് ഹനുമാനെ വിളിപ്പിച്ചു. ഹനുമാൻ വളരെ ഭക്തിയോടുകൂടി ഭഗവാന്റെ അന്തഃപുരത്തിലേക്ക് വന്നു. ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാന്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു വിഷമം ഹനുമാൻ ശ്രദ്ധിച്ചു. അത് യഥാർത്ഥത്തിൽ ഹനുമാനെ പിരിയുന്നതിലുള്ള വിഷമമായിരുന്നു. പക്ഷേ ഭഗവാൻ തൽക്കാലത്തേക്ക് ഹനുമാനോട് പറഞ്ഞത് ഒരു ചെറിയ കള്ളായിരുന്നു. രാമൻ നുണ പറയില്ല എന്ന് നമുക്കറിയാം. എങ്കിലും രാമൻ ചെയ്തൊരു കാര്യം രാമൻ പറഞ്ഞു. അത് ഹനുമാനെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ഒരു കാര്യമായിരുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന വിശേഷപ്പെട്ട ഒരു മോതിരം, അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു ഹനുമാൻ. അത് എൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ് ഈ അന്തഃപുരത്തിലുള്ള ഈ ഒരു താഴത്തെ ദ്വാരത്തിലൂടെ അതെവിടേക്കോ വീണുപോയി. അങ്ങേക്ക് ശരീരം ചെറുതാക്കാൻ കഴിവുള്ള ആളാണല്ലോ, വലുതാക്കാനും അങ്ങേക്ക് സാധിക്കും. അതുകൊണ്ട് ആ മോതിരം അങ്ങ് എടുത്തു തരണം എന്ന് രാമൻ സാക്ഷാൽ ഹനുമാനോട് പറയുന്നു. രാമകാര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധനായിട്ടുള്ള ആളായിരുന്നു മാരുതി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ഷണമാത്രയിൽ തന്നെ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ശരീരം ചെറുതാക്കി ആ ദ്വാരത്തിലൂടെ അകത്തേക്ക് സഞ്ചരിച്ചു. പക്ഷെ എത്രയൊക്കെ താഴേക്ക് സഞ്ചരിച്ചിട്ടും ആ മോതിരം അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം അങ്ങ് പാതാളത്ത് അല്ലെങ്കിൽ നാഗലോകത്തിലേക്ക് അദ്ദേഹം എത്തിയതാണ്. അവിടെ നാഗരാജാവ് ഹനുമാനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നാഗരാജാവിനെ കണ്ട ഹനുമാൻ നാഗരാജാവിനെ നമസ്കരിച്ചു. താൻ എന്തിനാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു ആ വൃത്താന്തം മുഴുവൻ നാഗരാജാവിനെ ഹനുമാൻ അറിയിച്ചു. ഹനുമാന്റെ കൈ പിടിച്ചുകൊണ്ട് നാഗരാജാവ് ഒരു പ്രത്യേക ദിക്കിലേക്ക് പോയി. അവിടെ കാണുന്നത് മോതിരങ്ങൾ കൊണ്ടുള്ള ഒരു മലയാണത്രേ ഹനുമാൻ കണ്ടത്. അപ്പോൾ ഹനുമാൻ ഉണ്ടായിട്ടുള്ള ആശങ്ക കാരണം ഈ നാഗരാജാവ് ഹനുമാനോട് പറഞ്ഞു കൊടുത്തു, ഹനുമാൻ, താങ്കളുടെ സാന്നിധ്യം ഉള്ളിടത്തോളം കാലം സാക്ഷാൽ ശ്രീരാമചന്ദ്ര സ്വാമിക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ഇതിനു മുമ്പും ഒരുപാട് രാമാവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അന്നും ഇങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഈ കാണുന്ന മോതിരങ്ങളൊക്കെ പലപ്പോഴായി പല മുമ്പുള്ള രാമാവതാരങ്ങളിൽ രാമന്മാർ താഴേക്ക് എറിഞ്ഞതാണ്. അങ്ങ് എല്ലാ ജന്മത്തിലും ഇതുപോലെ താഴേക്ക് വരും. ഈ ഒരു മോതിരക്കൂന കണ്ട് പകച്ചു നിൽക്കും. ഇതിൽ ഏത് മോതിരമാണെന്നറിയാതെ അങ്ങ് ആശങ്കിച്ച് നിൽക്കുന്ന സമയത്ത് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോയിട്ടുണ്ടാവും എന്നാണ്. തിരിച്ച് ഹനുമാൻ ചെന്നപ്പോഴേക്കും ഭഗവാന്റെ സരയൂ നദീ പ്രവേശം ഉണ്ടായി എന്നുമാണ് കഥ. അപ്പം അത്രയധികം ആത്മബന്ധമായിരുന്നു രാമനും ഹനുമാനും തമ്മിലുണ്ടായിരുന്നത്. അതെന്തിന്നുണ്ടായിട്ടുള്ള ആത്മബന്ധമാണ്? ഭക്തിയിൽ നിന്നുണ്ടായിട്ടുള്ള ആത്മബന്ധമാണ്. ആ ആത്മബന്ധം നമുക്കും ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം നമുക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹനുമാൻ സ്വാമിയെ പോലെ രാമനോട് അത്യധികം ഐക്യപ്പെടാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം.